മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരിക്കൽ അല്ലാഹുവിനോട് മൂസാ നബി ചോദിക്കുന്നു, അയ്യു ഇബാദക ഖൈറുൽ ലക അമലൻ യാ അല്ലാഹ്, പടച്ചവനേ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമൽ ഏതാണ് അല്ലാഹ്? മൂസാ നബിയാണ് ചോദിക്കുന്നത്. ആ സമയത്ത് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട നബിയേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലെന്ന് പറയുന്നത് മൻ ലാ യക്ദിബു ലിസാനുഹു, ഒരു മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് കളവ് പറയുന്നില്ല, സംസാരിക്കുമ്പോൾ അവൻ കളവ് പറയുന്നില്ല നബിയേ. ആ അമൽ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. സംസാരിക്കുമ്പോ കളവ് പറയാത്ത ഒരു സ്വഭാവം, ആ അമലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലെന്ന് മൂസാ നബിയോട് അല്ലാഹ് പറയുകയാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സച്ചരിതരായ സഹാബത്തിനോട് പറഞ്ഞല്ലോ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, മുനാഫിക്കിന്റെ അടയാളം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വഹാബ. ആയത്തുൽ മുനാഫിഖി സലാസ, 3 അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 3 പ്രവർത്തനങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ, അവൻ മുനാഫിഖാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ ഹദ്ദസ കദിബാ, സംസാരിക്കുമ്പോൾ നുണ പറയുന്നവനാണ്. സംസാരിക്കുമ്പോൾ നുണ പറഞ്ഞ് സംസാരിക്കും. ഇത് മുനാഫിക്കിന്റെ അടയാളത്തിൽപ്പെട്ടതാണെന്ന് അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് പറയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലെന്ന് പറയുന്നത് സംസാരിക്കുമ്പോ കളവ് പറയാത്ത ഒരു സ്വഭാവം, സംസാരിക്കുമ്പോ കളവ് പറയാത്ത ഒരു രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതം, ആ അമൽ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയാണ്. രണ്ടാമത് മൂസാ നബിയോട് പറയുന്നു, നബിയേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ടാമത്തെ അമൽ ഏതെന്നറിയോ? വലാ യഫ്ജുറു ഖൽബുഹു, ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തെ, അവന്റെ കൽബിനെ മോശമായ കാര്യങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നില്ല. അവന്റെ ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിലേക്ക്, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് മോശമായ ചിന്തകളെ അവൻ കൊണ്ടുവരുന്നില്ല, മോശമായത് ചിന്തിക്കുന്നില്ല. ഹൃദയോടുകൂടി അവന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. ആ അമലെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. മൂന്നാമത് മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമല് വലാ യസിനി ഫർജുഹു, അവന്റെ ഗുഹ്യഭാഗത്തെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകാത്തവനാണ്. വ്യഭിചാരത്തിന്റെ അവസരങ്ങൾ വരുമ്പോൾ, വ്യഭിചരിക്കാൻ അവന്റെ ശരീരത്തിന്റെ ഇച്ഛ തോന്നിപ്പിക്കുമ്പോൾ ആ വ്യഭിചാരത്തിലേക്ക് പോകാതെ അവന്റെ ഗുഹ്യഭാഗത്തെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രവൃത്തി എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. മൂസാ നബിയോടാണ് പഠിപ്പിക്കുന്നത്, മൂസാ നബിയോടാണ് അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഈ 3 കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ.